ഇന്നത്തെ ചിന്താവിഷയം ഇപ്പോൾ റിലീസായ ശേഷം പിന്നെ ഇപ്പോഴാണോ വീട്ടിൽ വരണേ? റിലീസിന്റെ തൊട്ട് തലേദിവസം വീട്ടിലെത്തും. അത് എല്ലാ പ്രാവശ്യവും കുറെ കാലമായിട്ടുള്ള ശീലമാണ്. കാരണം ഈ ടൗണിലൊക്കെ ആകുമ്പോൾ ഇതിന്റെ പോസ്റ്റേഴ്സ് കാണുകയും ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും വെറുതെ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അന്തിക്കാട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വേറെ ആരുടെയോ സിനിമ കുറെ ദൂരെ റിലീസായിരിക്കുന്നു. അപ്പോൾ എനിക്ക് അതിനൊരു ഒന്ന് ഡിറ്റാച്ചഡ് ആവാനുള്ള ഒരു ശ്രമം നടത്തും. അന്തിക്കാട് എത്തിയാലാണ് ഞാൻ കംഫർട്ടബിൾ ആവുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരു ടൗണിൽ ജീവിച്ച് വളർന്ന ആൾക്കാർക്ക്, ജനിച്ചു വളർന്നവർക്ക് അവിടെ ആയിരിക്കും കംഫർട്ടബിൾ ആയിരിക്കുന്നത്. എനിക്ക് എവിടെയൊക്കെ പോയാലും ഇവിടെ വന്നിട്ട് ഈ അന്തരീക്ഷവും ഇവിടുത്തെ ഒരു ചുറ്റുപാടുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് ഉള്ള ഏറ്റവും വലിയ സമാധാനം, ഇനി എൻ്റെ ഒരു സിനിമ മിക്കവാറും ഇറങ്ങുന്ന അടുത്ത വർഷമാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾ, കുറേ നാളുകൾ എനിക്ക് എൻ്റേത് മാത്രമായിട്ട് ഞാൻ കിട്ടും. അത് ഞാൻ സ്വയം ഉണ്ടാക്കുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു അഡ്വാൻസ് വാങ്ങിച്ചിട്ട് അടുത്തൊരു പടം വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർസിൻ്റെ ഡേറ്റ് കിട്ടാൻ പ്രയാസം തൽക്കാലമില്ല. പക്ഷേ അതിന് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഒരു ജീവിത നിലവാരത്തിൻ്റെ തോത് നമ്മൾ നിശ്ചയിച്ചാൽ ഉള്ള സ്ഥലത്ത് ഉള്ള സമയത്ത് നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഈ വീട് പൊന്മുട്ട എന്ന താറാവ് എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് ഈ വീടിൻ്റെ പാല് കച്ചൽ. എനിക്ക് തോന്നുന്നു ഒരു 20 കൊല്ലത്തോളമായിട്ടുണ്ടാവും. അന്ന് ഞാനും എൻ്റെ ഭാര്യയും, എനിക്ക് 3 കുട്ടികളാണ്. അവർ വളരെ കൊച്ചുകളാണ്, അവർ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് വളരെ കൂടുതലാണ് ഈ വീട്. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും വലിയ വീട് വേണോ എന്ന് തോന്നിയിട്ടുണ്ടാകുന്നു. പിന്നീട് വേറെ പല വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നു അവിടെ കുറേ കൂടില്ല. പക്ഷേ എനിക്ക് എൻ്റെ കുടുംബത്തിന് ഇത് വളരെ തൽക്കാലം ഇത് വളരെ സന്തോഷമുള്ളതാണ്. ഇവിടെ ഇരുന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ ഇരുന്ന് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് എഴുതും, മിക്കവാറും എഴുതും. പിന്നെ എഴുതാൻ എനിക്ക് ചിലപ്പോൾ ഒരു രഹസ്യ സ്ഥലത്തേക്ക് ഞാൻ പോകും. അതെന്താ വെച്ചാൽ എനിക്ക് ടൗണിൽ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ആളുകളായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ വിസിറ്റേഴ്സ് കൂടും. കാരണം ഞാൻ നാട്ടിൽ ആളുകളായിട്ട് ഒരു വളരെ പരിചയമുള്ള ആളായതുകൊണ്ട് പുറത്ത് വന്ന് നിന്നാൽ ആരെങ്കിലും സംസാരിക്കാൻ വന്ന് കയറും. അപ്പോൾ ഞാനിവിടെ നിന്ന് ഉച്ചയ്ക്ക് നിമ്മയിടേക്കുന്ന ഉച്ചയ്ക്കുള്ള ചോറൊക്കെ പാക്ക് ചെയ്ത് ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന പോലെ ഇവിടെ നേരെ ഫ്ലാറ്റിൽ ചെന്നിരിക്കും. എന്നിട്ട് രാത്രി തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കൂടി ഉണ്ട്. പക്ഷെ വായിക്കുന്ന അധികം സമയം ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്തോ മനസ്സ് വല്ലാതെ ഫ്രീ ആവും. സത്യൻ അന്തിക്കാട് എന്ന് പറഞ്ഞാൽ അന്തിക്കാട് എന്നുള്ള ഈ സ്ഥലത്തിനെ ഫേമസ് ആക്കി സത്യം ഉണ്ടല്ലേ? അങ്ങനെ പറയും. അതായത് ഞാനിപ്പോൾ ഈ റോഡ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള റോഡ്. അപ്പോൾ ഇവിടേക്ക് പണ്ട് വീട് പറഞ്ഞു കൊടുക്കുന്നത്, പണ്ട് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ഒരു PO അയ്യപ്പ ഉണ്ട്, അഡ്വക്കേറ്റ് അയ്യപ്പ വക്കീൽ എന്ന് പറയും, വലിയ ഫേമസ് ആയിട്ടുള്ള അയ്യപ്പ വക്കീലിൻ്റെ വീടാണ് ഇതിലെ നേരെ പോയാലുള്ളത്. ഇപ്പോൾ അദ്ദേഹം പിന്നെ എറണാകുളത്തേക്ക് താമസം മാറി അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ ഈ ഏരിയയിൽ പലരും സത്യനന്ദിക്കാട് വീടിൻ്റെ അടുത്താണെന്ന് പറയും. അപ്പോൾ ഞാനിവിടെ ഗേറ്റിൽ നിൽക്കുമ്പോൾ ചില വണ്ടി വന്ന് നിൽക്കും, ഈ സത്യനന്ദിക്കാട് വീട് ഏതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ്. അപ്പോൾ ഇങ്ങോട്ടല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള വീടാണ്. അവരങ്ങോട്ട് പോയായിരിക്കും. വഴിയാണ്, ഒരു ലാൻഡ് മാർക്കാണ് ഇപ്പോൾ. ഈ വഴിയാണോ നടക്കാൻ വരുന്നത് പറഞ്ഞേ? വീട്ടിലുള്ള സമയത്ത് മുഴുവൻ രാവിലെ ഈ വഴിയോടെ നടക്കും. രാവിലെ നടക്കുമ്പോൾ ഭയങ്കര സുഖമുള്ളൊരു അവസ്ഥയാണ്. കാരണം ഒന്ന്, നമ്മുടെ സിനിമയുടെ ഒരു യാതൊരു ഭാരങ്ങളില്ലാതെ, പിന്നെ ഒരുപാട് കിളികളുണ്ടാവും കാലത്ത്, പിന്നെ നല്ല ശുദ്ധമായ വായു, ഒരു പൊല്യൂഷനും ഇല്ലാത്ത ശാന്തമായ മനസ്സോട് കൂടിയിട്ട് നടക്കാം. അന്തിക്കാടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറൊരു ശല്യമില്ല. പിന്നെ വരുന്നവരൊന്നും സിനിമയെ പറ്റിയല്ല ചോദിക്കുക. ഇന്നത്തെ ചിന്താവിഷയം എങ്ങനെയുണ്ടെന്നല്ല ചോദിക്കുന്നത്. എന്നാ വന്ന് എന്റെ എത്ര ദിവസം ലീവ് ഉണ്ട്, നെല്ല് ഇത്തവണ ഒക്കെ ഉണ്ടായിരുന്നു, വീട്ടില് നാളികേരം കൊടുത്തോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൃഷി ഉള്ള സമയത്ത് സത്യേട്ടൻ ഞാൻ നിമ്മിയുടെ കൂടെ വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ സഹായിയാണ്, സംവിധാനം നിമ്മിയാണ്. സിനിമയിൽ മാത്രമേ ഞാൻ ഡയറക്ടറുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് ചില സമയത്ത് പണ്ട് നിമ്മി എന്നെ പറ്റിക്കാറുണ്ട്. ഈ ട്വിൻസ് ജനിച്ചപ്പോ ഇരട്ട കുട്ടികൾ, അപ്പോൾ ഒരേപോലെയാണ് രണ്ടുപേരും ഇരിക്കുന്നത് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഓൾമോസ്റ്റ് അങ്ങനെയാണ്. ഒരാളെ കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ആളെ കൊണ്ടുവന്നാൽ ഇയാളാണെന്ന് എനിക്ക് തോന്നും. അതുപോലെ ചില സമയത്ത് നിലം കാണിച്ചിട്ട് ഇത് നമ്മുടെ പാടാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അത് ചിലപ്പോൾ കാര്യം ഇപ്പം ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നതിൽ ഈ ഭാഗത്തും ആ ഭാഗത്തും എൻ്റെ പാടങ്ങളാണ്. അപ്പോൾ ചില സമയത്ത് അത് തെറ്റിപ്പോകും. അപ്പോൾ മുഴുവൻ പൂർണ്ണമായിട്ടും നോക്കുന്നത് നിമ്മീനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും പറയും, കൃഷി ചെയ്യുന്ന മുഴുവൻ ഞാൻ. TV ഇന്റർവ്യൂസിലും പത്രങ്ങളിലൊക്കെ ഇയാൾ വലിയ കർഷകനാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു.